ഇന്നു രാവിലെ ജനൻ ടി വിയുടെ ക്യാമറയിൽ ചക്രവാളത്തിൽ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണർന്നത്, ജ്വലിച്ചത് ഒരു പിടി വികസന സ്വപ്നങ്ങളാണ്. അതിനുമപ്പുറം തലസ്ഥാനം കേരളം, ഭാരതം വികസനത്തിൻ്റെ പുതിയ കപ്പൽ ചാലിലൂടെ കുതിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തെ പ്രത്യേക ചർച്ചയ്ക്കായി നമുക്ക് 4 അതിഥികളുണ്ട്. BJP വക്താവ് സന്ദീപ് വചസ്പതി, രാജ്യാന്തര മാരിടൈം വിദഗ്ധൻ നാണു വിശ്വനാഥൻ, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമായ ഏലിയസ് ജോൺ എന്നിവരാണ്. ഇവരിൽ ശ്രീ നാണു വിശ്വനാഥനും സന്ദീപ് വചസ്പതിയും താമസിയാതെ നമ്മോടൊപ്പം ചേരും. ഇപ്പോൾ ഏലിയസ് ജോൺ ഉണ്ട്, സതീഷ് ഗോപിയുമുണ്ട്. സ്വാഗതം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ആദ്യം തന്നെ ഏലിയസ് ജോണിലേക്ക്. നമസ്തേ. ഒരുപാട് കാലമായി കണ്ടിട്ട്, വാർത്തകളിലും ടെലിവിഷൻ ചാനലുകളിലെ പ്രസംഗങ്ങളിലും മാത്രമാണ് ഏറെക്കാലമായി ഏലിയസ് ജോണിനെ കാണുന്നത്. ഏലിയസ് ജോൺ മാധ്യമപ്രവർത്തന രംഗത്ത് ഞങ്ങളുടെയൊക്കെ സീനിയർ കൂടിയാണ്. ശ്രീ ഏലിയസ് ജോൺ, അങ്ങയുടെ തെളിച്ച പാത വിട്ടിട്ട് വികസനത്തിലേക്ക്, വിഴിഞ്ഞത്തെക്കുറിച്ച്, വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഉയർന്ന തെറ്റിദ്ധാരണകൾ നീക്കുകയും ഈ തുറമുഖം ഇവിടെ ആവശ്യമാണ്, ഇത് നാടിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള വാദമുയർത്തി നടത്തിയ പോരാട്ടത്തിന് ഒടുവിലാണ് ഇന്ന് അത് യാഥാർത്ഥ്യത്തിൻ്റെ ആദ്യ മദർഷിപ്പ് തുറമുഖത്ത് മുത്തമിടുന്നത്. ശ്രീ ഏലിയസ് ജോൺ, എന്തായിരുന്നു ഈ പാതയിലേക്ക് അങ്ങ് വരാനുള്ള പ്രകോപനം അല്ലെങ്കിൽ പ്രചോദനം? നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?